ഹലോ മക്കളെ, നിങ്ങൾ JEE എക്സാമിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നീറ്റ് എക്സാമിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇനി ഇന്ത്യയിലെ തന്നെ ടോപ്പ് ലെവൽ കോളേജുകളായിട്ടുള്ള എയിംസ്, ജിപ്മർ, അതല്ലെങ്കിൽ IITകൾ, NITകൾ ഇതിനെ പറ്റിയിട്ടൊക്കെ മക്കൾ കേട്ടിട്ടുണ്ടോ? വളരെ ചുരുക്കം പേരായിരിക്കും ഇതൊക്കെ കേട്ടിട്ടുള്ള മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്ക്, ഇതിനെ പറ്റിയൊക്കെ എനിക്ക് മുന്നേ അറിയാം എന്നുള്ളത്. ഓക്കെ, സാർ ഇപ്പോൾ പറയാൻ വന്നത് എന്തുകൊണ്ടാണ് ഈ എക്സാമുകൾ ഇന്ത്യയിലെ ടോപ്പ് ലെവൽ എക്സാമുകളായിട്ട് ഓൾ ഇന്ത്യ ടോപ്പറായിട്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഒട്ടും തന്നെ കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ തന്നെ അവർ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. യെസ്, +2 കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ എക്സാമൊക്കെ വരുന്നത്. നമ്മുടെ കേരളത്തിൽ എന്താ കുട്ടികൾ ചെയ്യുന്നത്? +1 എത്തുമ്പോഴാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് +1 ഇതിനെ പറ്റിയൊക്കെ ആലോചിച്ച് +2 എത്തി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. എന്നിട്ട് +2 കഴിഞ്ഞ് അവസാനമാണ് ഓക്കെ ഞാൻ എഴുതിയേക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടോ, അങ്ങനെ എത്തിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇനി ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കുമ്പോൾ ഒന്നുമില്ല. അവർ പഠിച്ച ചെറിയ ക്ലാസ് മുതലേ പഠിച്ച കാര്യങ്ങളെ ഇൻഡെപ്തായിട്ട് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പ്രോസസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, 8ാം ക്ലാസ്സെന്നോ അതല്ലെങ്കിൽ 9ാം ക്ലാസ്സെന്നോ ഒക്കെ തന്നെ ബേസ് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്താൽ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കും ഓൾ ഇന്ത്യ ടോപ്പർ ആവാൻ കഴിയും. ഈ പറയുന്ന കോളേജുകളൊക്കെ നമ്മളെ മലയാളികളെ കൊണ്ട് നിറയും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുക്കത്തിലാണ് നമ്മുടെ സൈലം. അതിനുവേണ്ടി നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന ബാച്ചാണ് ഫാൽക്കൺ ബാച്ച് എന്ന് പറഞ്ഞത്. കൃത്യമായിട്ട് മക്കൾ അറിയാം എന്താണ് ഇതിലൂടെ നിങ്ങൾ ചെയ്തു തരുന്നത്. എടാ, നിങ്ങളിപ്പോൾ പഠിക്കുന്ന 9ാം ക്ലാസ്സിൻ്റെ സിലബസ് എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ മക്കൾ എന്താ പറയുക? 9ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടണം സാർ. യെസ്, തീർച്ചയായിട്ടും കിട്ടണം. ഓക്കെ, അതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് പഠിച്ചാലോ? ഏതുപോലെ +1 നിങ്ങളുടെ ചേട്ടന്മാർ, ചേച്ചിമാർ അവർക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴേ അറിഞ്ഞാലോ? രസമായിരിക്കില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളൊരു 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് +2 കണ്ടന്റിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പോൾ +1 +2 എത്തുമ്പോഴേക്ക് നിങ്ങൾക്ക് ഏകദേശം വളരെ സിമ്പിളായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ആ എക്സാം ഏത് JEE, നീറ്റ് പോലെയുള്ള എക്സാമുകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ക്രാക്ക് ചെയ്യാന്നല്ല, ഓൾ ഇന്ത്യ ലെവലിൽ ടോപ്പ് ലെവലിൽ എത്താൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കറിയാം മക്കളെ, നമ്മുടെ കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ ഓൾ ഇന്ത്യ ടോപ്പേഴ്സ് വളരെ കുറവാണ്. നിങ്ങളുടെ ബാച്ച് ഈ ഒരു എക്സാമുകളിലേക്കൊക്കെ എത്തുമ്പോഴേക്ക്, അതായത് നിങ്ങളുടെ മക്കളുടെ ഇടയിൽ ഒരുപാട് ആളുകൾ വളരെ വലിയ സ്വപ്നങ്ങളുള്ള ആളുകളുണ്ടാവും. അതായത് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അത് തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ ഡോക്ടർ ആവണം, ടോപ്പ് ലെവൽ എഞ്ചിനീയർ ആവണം, ഒരുപാട് വലിയ ശമ്പളം വാങ്ങണം, നിങ്ങളുടെ ഫാമിലിയൊക്കെ വളരെ സുഖമായിട്ട് ജീവിക്കാനുള്ള തരത്തിൽ, ഏറ്റവും ലാവിഷായിട്ട് ജീവിക്കാനുള്ള തരത്തിൽ നിങ്ങൾക്ക് നോക്കാൻ നല്ല ശമ്പളം കിട്ടണം. ഇതൊക്കെ മക്കളുടെ ആഗ്രഹമായിരിക്കും. ഓക്കെ, എടാ, ഈ ശമ്പളമൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ ജോബുകൾ കിടക്കുന്നത് ഇങ്ങനെയുള്ള എക്സാമുകൾ എഴുതി പോയ ആളുകൾക്കാണ്. ഓക്കെ, അപ്പോൾ മക്കളെ, ഇതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും ഇതിലേക്കുള്ള ഒരുക്കത്തിനും വേണ്ടിയിട്ട് സൈലം ഒരുങ്ങിയിട്ടുണ്ട്. മക്കൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫാൽക്കൺ ബാച്ച് എന്താ എന്ന് അറിയണമെങ്കിൽ കഴിഞ്ഞ വർഷവും ഒക്കെ നമ്മൾ ഫാൽക്കൺ ബാച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു. അപ്പോൾ അതിൽ പഠിച്ചിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾക്കെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയും. അതല്ലെങ്കിൽ നിങ്ങൾ ഫാൽക്കൺ ബാച്ചിൽ കഴിഞ്ഞ വർഷമുള്ള കുട്ടികളോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്താണ് ഈ ഒരു ബാച്ചിൽ ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ വർഷം തീർച്ചയായിട്ടും ഇതൊരു ബാച്ചായിട്ട് തന്നെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിലേക്ക് ജോയിൻ ചെയ്യുക. ഈ കാണുന്ന ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് പതുക്കെ പഠിച്ച് ഒരു +2 ഒക്കെ കഴിയുമ്പോഴേക്ക് നിങ്ങൾ ടോപ്പ് ലെവൽ കുട്ടികളായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ ആയിട്ട് അറിയപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഫാൽക്കൺ ബാച്ചിലേക്ക് കയറി വരിക. 2 ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. ഒന്നുകിൽ ഫാൽക്കൺ ബാച്ചിന് മാത്രം ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മളുടെ നിഞ്ച ബാച്ചിനോടൊപ്പം തന്നെ ഫാൽക്കൺ ബാച്ചിൻ്റെ ആക്സസ് കൂടി കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ 2ൻ്റെയും പാക്കേജുകൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾ ഇനി ഒരുപാട് ചിന്തിച്ച് സമയം കളയണ്ട, നമുക്ക് ഓൾ ഇന്ത്യ ടോപ്പറായി മാറാം. ഓക്കെ.